ഇനി അല്പം ക്രിക്കറ്റും ഫുട്ബോളും അത്ലറ്റിക്സും ഒന്നുമല്ലാത്ത ഒരു വാർത്തയിലേക്ക് കടക്കാം. Your time is up, my time is now, you can't see me, my time is now, you can't see me. ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടിട്ടുണ്ടാകും. യെസ്, ജോൺ സീന. റെസ്ലിംഗ് ആരാധകരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ. 2005 മുതൽ 2015 വരെ ആ സമയത്ത് റോമൻ റെയ്ഗൻസ് യുഗം WWE തരംഗമാവുന്നതിന് മുമ്പ് വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റിലെ മുടിച്ചുടാമനായിരുന്ന റെസ്ലർ. ട്രിപ്പിൾ എച്ചും ഷോൺ മൈക്കിൾസും അണ്ടർടേക്കറും കേർട്ട് ആംഗിളും കെയ്നും റാൻഡി ഓർട്ടനും റോക്കും ബ്രോക്ക് ലെസ്നറും ബിഗ് ഷോയും എഡ്ഡി ഗെറേരയും എഡ്ജും ക്രിസ്ത്യാനും റീമിസ്റ്റീരിയയും CM പങ്കും ബാറ്റിസ്റ്റയും ക്രിസ് ബെനോയ്റ്റും JBLും ബുക്കർ ടിയും ഒക്കെ വിരാജിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ഏറെ ഫാൻസിനെ സൃഷ്ടിച്ചുകൊണ്ട് അവരെക്കാളൊക്കെ ഏറെ ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയ ബെൽറ്റ് അരയിലൂടെ തൂക്കിയിട്ടുകൊണ്ട് റിങ്ങിലേക്ക് നടന്നവൻ ജോൺ സീന. മൈക്കെടുത്താൽ ഘനഗാംഭീര്യ സ്വരത്തിൽ ആരെയും ഇരുത്തി കളയുകയും രസിപ്പിക്കുകയും ചെയ്യുന്ന വാഗ്ധോരണികളുടെ വലിയ ഖജനാവ് സ്വന്തമായവൻ. റിങ്ങിൽ ഞാൻ തോൽക്കണമെങ്കിൽ ഞാൻ ചാവണമെന്ന മോട്ടോയുമായി റഫറി മൂന്നാമത്തെ കൗണ്ടും ചൊല്ലുന്നതിന് മുമ്പ് ചാടി എഴുന്നേൽക്കുന്നവൻ, പോരാടുന്നവൻ, പ്യുവർ എൻ്റർടൈനർ. ദ ചാമ്പ് ഈസ് ഹിയർ, ഇഫ് യു വാണ്ട് സം കം ഗെറ്റ് സം. അദ്ദേഹത്തിൻ്റെ ആ തീം മ്യൂസിക് വരുമ്പോൾ തന്നെ വരുന്നൊരു രോമാഞ്ചമുണ്ട്, മാജിക് എന്ന് തന്നെ പറയാം. ലോകമെമ്പാടുമുള്ള റെസ്ലിംഗ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ജോൺ സീന കഴിഞ്ഞ വർഷം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. അതായത് ഈ ഡിസംബറോടെ 2025 ഡിസംബറോടെ കരിയർ അവസാനിപ്പിക്കുകയാണ് എന്നായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റെസ്ലിംഗ് താരങ്ങളിൽ ഒരാളായ ജോൺ സീനയുടെ ഈ തീരുമാനം ആരാധകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് ആ സമയത്ത് തള്ളിയിടുകയും ചെയ്തു. 17 തവണ WWE ലോക ടൈറ്റിൽ സ്വന്തമാക്കിയ ജോൺ സീന നിലവിൽ തൻ്റെ ആ ഒരു റിട്ടയർമെൻറ്റ് പര്യടനത്തിലാണ്. ഈ ഡിസംബറോടെ അദ്ദേഹം തൻ്റെ അവസാന അംഗവും പൂർത്തിയാക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏപ്രിലിൽ നടന്ന റെസ്ൽമാനിയയിൽ കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ 17ാമത്തെ തവണയും ചാമ്പ്യനായത്. അതൊരു റെക്കോർഡ് കൂടിയായിരുന്നു. ഈ വർഷം ഡിസംബറോടെ കരിയർ അവസാനിപ്പിക്കുന്ന ജോൺ സീനയുടെ അവസാന എതിരാളി ആരായിരിക്കുമെന്ന ആകാംക്ഷ ഇപ്പോഴേ ആരാധകർക്കുണ്ട്. അതാരായാലും അമേരിക്കയിലെ വെസ്റ്റ് ന്യൂബറിയിൽ 1977 ഏപ്രിൽ 23 ജനിച്ച ജോൺ സീന തൻ്റെ 22ാമത്തെ വയസ്സിലാണ് റെസ്ലിംഗ് കരിയർ ആരംഭിക്കുന്നത്. 2005 ഏപ്രിൽ 3 അദ്ദേഹം ആദ്യം ലോക ചാമ്പ്യനാകുന്നത്. അതിനുശേഷം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ കരിയറാണ് ജോൺ സീനയ്ക്കുള്ളത്. 17 തവണ WWE ലോക ചാമ്പ്യനായ ജോൺ സീന 5 തവണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ പട്ടവും നേടിയിട്ടുണ്ട്. റോയൽ റംബിൾസ് മത്സരങ്ങൾ ഒന്നിലധികം തവണ വിജയിച്ച 6 താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ജോൺ സീന. 2008-13 വർഷങ്ങളിലാണ് അദ്ദേഹം ഈയൊരു വിജയം നേടിയത്. സിനിമാഭിനയത്തിലും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു തുടങ്ങിയതോടെയാണ് ഈയിടെ നമുക്കറിയാം റെസ്ലിംഗ് വേദികളിൽ വല്ലപ്പോഴും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവാറുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ. എങ്കിലും ജോൺ സീന ശരിക്കും റെസ്ലിംഗിലെ ഒരു വികാരമാണ്, ഒരു നൊസ്റ്റാൾജിയാണ്. അതുകൊണ്ട് കൂടിയാവാം ഈയിടെയുള്ള നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിലുള്ള റിംഗ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഇന്നലെ വന്നവന്മാരോട് പോലും തോൽക്കുന്നത് കാണുമ്പോഴും അനാവശ്യമായി ഇടിമേടിക്കുന്നത് കാണുമ്പോഴും ചെറിയൊരു സങ്കടം മനസ്സിൽ അങ്കുരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം റെസ്ലിംഗ് അല്ലാതെ മറ്റൊരു വാർത്തയിൽ കൂടി ഇടം നേടിയിരുന്നു ജോൺ സീന. 96ാമത്തെ ഓസ്കാർ അവാർഡ് വേദിയിൽ പൂർണ്ണ നഗ്നനായി എത്തുകയായിരുന്നു ഹോളിവുഡ് താരവും റെസ്ലിംഗ് താരവുമായ ജോൺ സീന. ഓസ്കാർ പ്രഖ്യാപനത്തിനിടെ എന്നും ഇത്തരം രസകരമായ എന്തെങ്കിലും കാര്യം ആ വേദിയിൽ സംഭവിക്കാറുണ്ട് എന്ന് നമുക്കറിയാം. 96ാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ കാര്യങ്ങൾ രസകരമാക്കിയത് ജോൺ സീനയായിരുന്നു. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അവാർഡ് പ്രഖ്യാപിക്കാനാണ് ഡോൾബി തിയേറ്ററിലെ വേദിയിലേക്ക് സീനയെ പരിപാടിയുടെ അവതാരകനായ ജിമ്മി കമ്മൽ ക്ഷണിച്ചത്. ആദ്യം അണിയറയിൽ നിന്നും മുന്നിലേക്ക് വരാൻ ജോൺ സീന മടി കാണിക്കുന്നു. തുടർന്ന് അദ്ദേഹം വേദിയിലേക്ക് എത്തുന്നു. വിജയുടെ പേര് എഴുതിയ കാർഡ് കൊണ്ട് നാണം മറച്ചാണ് അദ്ദേഹം വേദിയിലേക്ക് എത്തിയത്. പിന്നീട് ഒരു തുണിയുമായി എത്തി ജോണിൻ്റെ നാണം മറച്ചാണ് അവാർഡ് ആ സമയത്ത് പ്രഖ്യാപിച്ചത്. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള അത്തവണത്തെ അവാർഡ്, ഓസ്കാർ അവാർഡ് ലഭിച്ചത് പ്യുവർ തിങ്സ് എന്ന ചിത്രത്തിനായിരുന്നു. എന്തായാലും ഈ അവാർഡ് പ്രഖ്യാപനത്തിലെ ജോൺ സീനയുടെ ഈ ഒരു വരവ്, ഈ ഒരു അപ്പിയറൻസ്, ഈ ഒരു പ്രകടനം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനു മുമ്പ് 74-ലെ 46ാമത്തെ ഓസ്കാർ പ്രഖ്യാപന ചടങ്ങിൻ്റെ വേദിയിലേക്ക് ഒരു പുരുഷൻ നഗ്നനായി ഓടിക്കയറി പ്രതിഷേധിച്ച സംഭവവും അത് നടന്നതിൻ്റെ 50ാം വാർഷികവുമായിരുന്നു ആ ഒരു അവാർഡ് ദിവസം. അന്ന് 76-ൽ അവതാരകനായിരുന്ന ഡേവിഡ് നിബിൻ്റെ പിന്നിലൂടെ അജ്ഞാതനായൊരു വ്യക്തി പൂർണ്ണ നഗ്നനായി ഓടിക്കയറുകയായിരുന്നു. ഓസ്കാർ അവാർഡ് നിശകളിലെ ഏറ്റവും ഞെട്ടിക്കുന്ന നിമിഷങ്ങളിൽ ഒന്നായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മികച്ച വസ്ത്രാലങ്കാര വിഭാഗത്തിൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന വേളയിൽ 96ാമത്തെ ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ ഇത്തരമൊരു നാടകം ജോൺ സീന പുനരാവിഷ്കരിച്ചത്. ഏതായാലും പെട്ടെന്ന് തന്നെ സീന റെസ്ലിംഗ് ആരാധകരെല്ലാത്തവരുടെ ഇടയിലും ആ സമയത്ത് ശ്രദ്ധേയനാവുകയായിരുന്നു.
ഇതിലും എത്രയോ മികച്ച അപ്പിയറൻസുകൾ സീന റിങ്ങിൽ നടത്തിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം കേർട്ട് ആംഗിളിന്റെ ഓപ്പൺ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് റിങ്ങിലെത്തി ഒരൊറ്റ മാച്ചിലൂടെ റെസ്ലിംഗ് ആരാധകരുടെ ശ്രദ്ധ ആകർഷിച്ച താരമായിരുന്നല്ലോ ജോൺ സിന. ജോൺ ഫെലിക്സ് അന്തോണി സിന എന്ന ജോൺ സിന 2001 മുതലാണ് പ്രൊഫഷണൽ റെസ്ലറായി WWE ടീമിനൊപ്പം ചേരുന്നത്. കുഷിംഗ് അക്കാദമിയിൽ നിന്നും ബിരുദം നേടിയതിനു ശേഷം മസാച്യുസെറ്റ്സിലെ സ്പ്രിംഗ്ഫീൽഡ് കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. മധ്യ അമേരിക്കയിലെ കോളേജ് ഫുട്ബോൾ ടീം അംഗമായിരുന്നു ഒരു ഘട്ടത്തിൽ ജോൺ സിന. 54ാമത്തെ നമ്പർ ജേഴ്സി ആയിരുന്നു അന്ന് ജോൺ സിന ധരിച്ചിരുന്നത്. 1998 സ്പ്രിംഗ്ഫീൽഡിൽ നിന്നും എക്സസൈസ് ഫിസിയോളജിയിൽ അദ്ദേഹം ബിരുദം എടുക്കുകയും ചെയ്തു. അതിനുശേഷം ബോഡി ബിൽഡിങ്ങിനായി തൻ്റെ കരിയർ നീക്കിവെക്കുന്നു. അതിനുശേഷമാണ് ലിമോസിൻ എന്ന കമ്പനിയിൽ കാർ ഡ്രൈവറായി ജോലി നോക്കുന്നത്. ബോഡി ബിൽഡറായി കരിയർ തുടരുന്നതിനായി 1998 കാലിഫോർണിയയിലേക്ക് ചേക്കേറിയ ജോൺ സിന 1999 പ്രൊഫഷണൽ ഗുസ്തിയിലേക്ക് റെസ്ലിംഗിലേക്ക് മാറുകയും അൾട്ടിമേറ്റ് പ്രോ റെസ്ലിംഗിനായി ആ സമയത്ത് അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. 2001 നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം വേൾഡ് റെസ്ലിംഗ് ഫെഡറേഷനുമായി ഒപ്പുവെച്ചത്. പിന്നീട് നടന്നത് ചരിത്രമാണ്. 2002 സ്മാക്ഡൗണിലെ WWE സ്മാക്ഡൗണിലെ പ്രധാന താരങ്ങളിൽ ഒരാളായി മാറിയ ജോൺ സീന ഒരു ട്രാഷ് ടോക്കിംഗ് റാപ്പർ എന്ന കഥാപാത്രത്തെയാണ് അങ്ങനെ ഒരു അപ്പിയറൻസാണ് അദ്ദേഹം സ്വീകരിച്ചത്. അത് വലിയ പ്രശസ്തിയും വിജയവും അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. 2005 തൻ്റെ ആദ്യ WWE ചാമ്പ്യൻഷിപ്പ് നേടുകയുണ്ടായി അദ്ദേഹം. 2000കളുടെ മധ്യം മുതൽ 2010കളുടെ അവസാനം വരെ അദ്ദേഹം WWEയുടെ മെയിൻ ഫേസ് ആയിരുന്നു. ആ സമയത്തൊക്കെ ഒരു ചങ്ങലയൊക്കെ കഴുത്തിൽ തൂക്കിയിട്ടായിരുന്നു ജോൺ സിനയുടെ അപ്പിയറൻസ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. റെസ്ലിംഗിൽ ആറ്റിറ്റ്യൂഡ് അഗ്രഷൻ എറയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായി അദ്ദേഹം മാറുകയുണ്ടായി. പിന്നീട് കരിയറിൽ തിളങ്ങി നിന്ന സമയത്ത് തന്നെയായിരുന്നു സിനിമയിലും അദ്ദേഹം ഒരു കൈ നോക്കിയത്. ദി മറൈൻ 2006 ഇറങ്ങിയ ദി മറൈൻ എന്ന ചിത്രത്തിലായിരുന്നു സിന ആദ്യമായി അഭിനയിച്ചത്. 2006 ഒക്ടോബർ 13 ഇറങ്ങിയ ഈ ചിത്രം ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ഏകദേശം $7 മില്യൺ അമേരിക്കൻ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടുകയുണ്ടായി. തുടർന്ന് ട്രെയിൻ റെക്ക്, ഫെർഡിനാൻഡ്, ബ്ലോക്കേഴ്സ്, ബിംബിൾ ബി എന്നീ ചിത്രങ്ങളിലൊക്കെയും അദ്ദേഹം അഭിനയിക്കുകയും അതിലൊക്കെ പ്രശംസ നേടുകയും ചെയ്തു. ഫാസ്റ്റ് എക്സ്, F9, ദ സൂയിസൈഡ് സ്ക്വാഡ് എന്നീ സിനിമകളിലെല്ലാം അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. പിന്നീട് 2005 അദ്ദേഹം തൻ്റെ പ്രശസ്തമായ ആൽബം യു കാൻ സീ മീ പുറത്തിറക്കുകയുണ്ടായി. തൻ്റെ വിനോദ പ്രവർത്തനങ്ങൾക്ക് പുറത്ത് മേക്ക് എ വിഷ് ഫൗണ്ടേഷൻ ഉൾപ്പെടെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സിന പ്രധാന പങ്കാളിയാണ്. ഏതായാലും ജോൺ സീന ഔദ്യോഗികമായി വിരമിക്കുന്നതോടെ റെസ്ലിംഗ് ആരാധകർക്ക് നഷ്ടപ്പെടുന്നത് ഒരു കാലഘട്ടം കൂടിയാണ്. എൻ എറ എൻഡ്സ്, എ ലെഗസി ലിവ്സ് ഫോർ എവർ. ജോൺ സീന.